ഹായ് ഹലോ. കോഴി വളർത്തൽ എല്ലാവരും ബുദ്ധിമുട്ടുന്നൊരു പ്രശ്നമാണ് കോഴികളുടെ തീറ്റ ചെലവ് എന്നുള്ളത്. ഇനി നമുക്ക് വളരെ ചുരുങ്ങിയ ചിലവിൽ എങ്ങനെ നമുക്ക് കോഴികൾക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതാണ് ബ്ലാക്ക് സോൾജർ ഫ്ലൈ എന്നുള്ള ഈച്ചകളുടെ ലാർവകൾ. ഇത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ലാർവകളാണ്. നമ്മുടെ വീട്ടിലെ അടുക്കള വേസ്റ്റിൽ നിന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ചിലവ് വളരെ കുറവാണ്. ഇവ ഡയറക്റ്റ് നമുക്ക് വേസ്റ്റിങ് ഇട്ട് കൊടുത്തിട്ടും ലാർവകളെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിനകത്ത് തന്നെ ഒരുപാട് ലാർവകൾ ഇതിനകത്തുണ്ട്. നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇതിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല പ്രോട്ടീനുള്ള ഫുഡായിട്ട് നമുക്ക് കോഴികൾക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ BSF ലാർവകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഉറുമ്പുകൾ കയറാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിനകത്ത് ഉറുമ്പുകളും എലികളും ഇതിന് ശല്യക്കാരാണ്. അപ്പോൾ അത് കയറാത്ത രീതിയിൽ ഇങ്ങനെ പാത്രങ്ങളിൽ വെള്ളം വെച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ ബിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉറുമ്പുകൾ കയറില്ല. പിന്നെ അതിനകത്തൊരു നെറ്റും വെച്ച് കഴിഞ്ഞാൽ എലികളുടെ ശല്യവും ഒഴിവാക്കാൻ പറ്റും. നമ്മളിങ്ങനെ വേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെയുള്ള ട്രേകൾ വെച്ച് കൊടുക്കുക. അതിനകത്ത് BSF ലാർവകൾ വന്നാൽ BSF ഈച്ചകൾ വന്നിട്ട് ഇതിനകത്ത് എഗ്ഗ് ചെയ്യും. ഈ എഗ്ഗുകളാണ് പിന്നെ വിരിഞ്ഞ് ലാർവകളായി മാറുന്നത്. ഇത് അങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ള എഗ്ഗുകൾ വിരിയാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് ഇവിടെ. ഇതിനകത്ത് ഒരുപാട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ചെറിയ BSF ലാർവകളാണ്, വളരെ ചെറുതാണ്. ഇതാണ് അവരുടെ ഫസ്റ്റ് സ്റ്റേജ് വരുന്നത്. ഇതിലെല്ലാം ഒരുപാട് ലാർവകളുണ്ട്. നമുക്ക് BSF ലാർവകളെ എങ്ങനെ ഫീഡ് ചെയ്യുന്നു എന്നുള്ളത്, എങ്ങനെ വളർത്തിയെടുക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ നമ്മുടെ വീട്ടിലെ അടുക്കള മാലിന്യങ്ങൾ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. ഡയറക്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫ്ലൈ ആവുകയും അവർ കഴിക്കുകയും ചെയ്യും. പക്ഷെ അവർ കഴിക്കുന്നതിലൊരു ലിമിറ്റുകളുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ ഡയറക്റ്റ് ഇട്ട് കൊടുത്ത വേസ്റ്റുകളാണ്. വീട്ടിലെ വേസ്റ്റുകൾ ഇങ്ങനെ കൊണ്ടുവന്ന്, കുറച്ച് വേസ്റ്റേ ഉള്ളൂ, കൊണ്ടുവന്ന് നേരിട്ട് നമുക്ക് ലാർവകൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ കൊടുത്താൽ അവർ കഴിക്കും. പക്ഷേ കഴിക്കുന്നതിൽ ഒരു ഡിലേ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് അവർക്ക് എടുത്ത് കഴിക്കാൻ കഴിയില്ല. ഈ കിടക്കുന്നതൊക്കെ ഇങ്ങനെ ഡയറക്റ്റ് ഇട്ട് കൊടുത്ത വേസ്റ്റുകളാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ അടുക്കള മാലിന്യങ്ങൾ ഒരു മിക്സിയുടെ ജാറിനകത്തെടുത്ത് കഴിയുന്നവർ ഇങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ ഏറ്റവും നല്ല എഫക്റ്റാണ് കിട്ടുന്നത്. പെട്ടെന്ന് അവർക്ക് ഫീഡ് എടുക്കാൻ പറ്റും. മറ്റേത് ഒരുപാട് സമയം എടുക്കും. ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് തിന്നു തീർക്കാൻ ഒരുപാട് സമയം എടുക്കും. ഇങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് അവർക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ അവർക്കത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് തിന്ന് തീർത്ത് നമുക്ക് നല്ലൊരു കമ്പോസ്റ്റ് വളമാക്കി തരാൻ പറ്റും. അവർ പെട്ടെന്ന് അവർക്ക് ഫീഡ് എടുക്കാൻ പറ്റും. ഇതുപോലെ നമ്മൾ മിക്സിയിൽ അരച്ചുകൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല എഫക്റ്റീവായിട്ട് പെട്ടെന്ന് അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഇന്നത്തെ വേസ്റ്റ് ഇന്ന് തന്നെ തിന്നത് അവർ തീർക്കുന്നതാണ്. ഇനി ഇത് നമുക്ക് ഡയറക്റ്റ് ഇവർക്ക് ഭക്ഷണം കൊടുത്ത് നോക്കാം.
2 മണിക്കൂറിന് ശേഷമുള്ളതാണ്. ഏകദേശം 80% വേസ്റ്റ് അവർ ഇപ്പം തന്നെ കഴിച്ചു കഴിഞ്ഞു. ഇത്രയും ഫാസ്റ്റായിട്ടാണ് അവർ അരച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേസ്റ്റ് അവർ കഴിക്കുക. ഡയറക്റ്റ് നമ്മളിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ ടൈം എടുക്കും. പിന്നെ ഈ ഇങ്ങനത്തെ പഴത്തിൻ്റെ തൊലിയൊന്നും കറക്റ്റായിട്ട് അവർക്ക് കഴിക്കാൻ കഴിയില്ല. പക്ഷെ അത് എല്ലാം ഇങ്ങനെ അരച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു ദിവസം വേണ്ട ഇവർക്കത് മുഴുവൻ കഴിച്ചു തീർക്കാനായിട്ട്. ഇതിനകത്തുനിന്നൊരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇതിനകത്ത് ഈർപ്പം കൂടുതലുണ്ടായാലാണ് നമുക്കിതിന് ബാഡ് സ്മെല്ല് വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഇവർ കമ്പോസ്റ്റാക്കി തരുന്നത്.